ഒബ്സഷൻ ഒരു ഹോളിവുഡ് പടമാണ്. ഞാനിപ്പോൾ ഇന്നാണ് സിനിമ കണ്ടിട്ട് വന്നത്. ലൈക്ക് കുറേ പോസിറ്റീവ് റിവ്യൂസൊക്കെ കേട്ടായിരുന്നു. അങ്ങനെയാണ് പടം കാണാൻ പോയത്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സാധാരണ ഒരു കുഞ്ഞ് തിയേറ്ററിൽ പോലും ആ പടം വന്നു ഇവിടെ എത്തിയെന്നുള്ളതാണ്. ആൻഡ് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കിടിലൻ പടം, അടിപൊളി പടം. അതായത് ഒരു ഭയങ്കര സ്ലോ പേസിലാണ് പടം സ്റ്റാർട്ട് ചെയ്തത്. പയ്യെ നമ്മൾ ആ പടത്തിലേക്ക് പയ്യെ ഇന്നാവും. ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വേൾഡിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുക്കും പടം കണ്ടു കഴിഞ്ഞിട്ടും. എന്താ പറയുക, നമ്മുടെ ഉള്ളംകാലിൽ നിന്നൊക്കെ ഒരു തരിപ്പ് വരാമെന്ന് പറയില്ലേ പടം കണ്ടു കഴിഞ്ഞാലും, അതായിരുന്നു അവസ്ഥ. ലൈക്ക് ഒരു പ്രേതമില്ലാതെ എങ്ങനെ പേടിപ്പിക്കാം, അതായത് പ്രേതം ഇത് ഇതിൻ്റെ ജോൺറ് വരുന്നൊരു ഹൊററിലൊക്കെ, ഒരു ഹൊറർ മിസ്റ്ററി അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ അത് പ്രേതമല്ല, പ്രേതപ്പടമല്ല ഇത്. പ്രേതപ്പടത്തിലില്ലാതെ എങ്ങനെ പേടിപ്പിക്കാം എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. ലൈക്ക് ജംപ് സ്കെയർസ് ഒന്നുമില്ല, പക്ഷേ നമ്മൾ പേടിക്കും. ചില പോയിന്റിൽ നമ്മൾ പേടിക്കും ഈ പടത്തിൽ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പടം ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനത്തെ ആ രീതിയിലേക്കായിരിക്കും കഥ പോകുന്നു എന്നൊക്കെ വിചാരിച്ചു. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടി ട്രാക്ക് മാറി. ഈ പറയുന്ന വയലൻസും പരിപാടിയും കുറച്ചുകൂടി കൂടി. എന്താ പറയുക, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് എൻ്റെ തൊട്ടപ്പുറത്തുന്ന ആൾക്കാരൊക്കെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി, ഒന്ന് ഞെട്ടി, ആൾക്കാരൊന്ന് വിറച്ച്. ആ കിടിലനായിട്ട് ആ പടം എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ എനിക്ക് തോന്നുന്നു 7 കോടി എന്തോ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് തോന്നുന്നു. 7 കോടി ബഡ്ജറ്റ് എടുത്തിട്ട് ഇപ്പോൾ 3000 കോടി സംതിങ് കളക്ട് ചെയ്തു തോന്നുന്നു ഓൾ ഓവർ ദ വേൾഡ്. അപ്പം അതിനുള്ളുണ്ട് കേട്ടോ ഈ പടം. ലൈക്ക് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഒരു ഇംഗ്ലീഷ് മൂവി ആയ കാരണമാണ് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത്. ഇപ്പോൾ ഈ സെയിം കഥ നമ്മളൊരു മലയാളത്തിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 40 കോടി 50 കോടി കളക്ഷനിൽ ഈ പടം നിന്നേനെ. ലാംഗ്വേജിൻ്റെ ഒരു പരിപാടി ഉള്ള കാരണം. ലൈക്ക് അടിപൊളി പടമാണ്. പിന്നെ ഇതിൻ്റെ റേഷ്യോ എനിക്ക് 4:3 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രോപ്പർ റേഷ്യോ ആണ്. സോ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് തന്നെയാണ് ഇതിൻ്റെ റേഷ്യോ, അത് വളരെ ചെറിയ സ്ക്രീൻ പോലെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് തോന്നി. പക്ഷേ ആ റേഷ്യോ ഈ പടത്തിലേക്ക് നമ്മളെ ആ ഒരു ഫീൽ കൊണ്ടുവരാൻ, ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ആ റേഷ്യോ എന്ന് പറയുമ്പോൾ. ആൻഡ് എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം ഒരു അടിപൊളി പടം കണ്ടൊരു ഫീൽ, ഒരു ഇംഗ്ലീഷ് മൂവി ഹൊറർ പടം, എന്താ പറയുക, പ്രേതമില്ലാതെ ഒരു ഹൊറർ അനുഭവിച്ചൊരു ഫീല്. അയ്യോ, ഇത് കിടിലൻ പടമാണ്, കിടിലൻ പടം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കണ്ടോ. അടുത്ത തിയേറ്ററിൽ പോയി തന്നെ കണ്ടോ. 18+ മൂവിയാണ്, കാരണം വയലൻസും കാര്യങ്ങളൊക്കെ പടത്തിൽ കുറച്ച് അധികമുണ്ട്. അതുകൊണ്ട് തന്നെ സോ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാണെന്ന് തോന്നില്ല. കിടിലൻ പടം, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഇൻ 2026 ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട്. സോ കിടിലൻ പടം.